ആ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും. എപ്പോൾ വേണമെങ്കിലും വരും, ഒരു പേടിയില്ല. നമ്മളെ പി കെ കുഞ്ഞാപ്പുവാണ് പറയണത്. പി കെ കുഞ്ഞാപ്പു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം മറക്കരുത്. എല്ലാവരും അത് കാണുന്നവരൊക്കെ വേണ്ട സഹായ സപ്പോർട്ടുള്ള ഒരു മൊബൈലിൽ എന്തൊക്കെ സഹായം ചെയ്യാൻ അതൊക്കെ ചെയ്ത് തരണം. സബ്സ്ക്രൈബ് ചെയ്യണമെന്നാണ് പറയുന്നത്. കാക്കച്ചകൾ, മയിൽ, കുയിൽ, ചെമ്പോത്ത് ഈ ഇത്തരം സാധനങ്ങളൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിക്കലുണ്ട്. ചാണാകിളി, അതേമാതിരി തന്നെ പിന്നെ കാട, ചെതൽക്കാട, അങ്ങനെ പല പക്ഷികളും വരും. അതിനായിട്ട് ഇവിടെ നമ്മൾ അരി ചോറൊക്കെ കൊടുക്കും. അരിയൊക്കെ വാങ്ങി ചിലർക്ക് ചാക്കരി വേണം, ചിലർക്ക് പച്ചരി വേണം, ചിലർക്ക് ചോറ് വേണം. പലർക്കും പല തീറ്റയാണ്. ചെതൽക്കാടക്കൊക്കെ ചോറും വേണം, അരിയും വേണം. മയിലിനും വേണം അത്. ഇപ്പോൾ അരിയാണ് തിന്നണത്. ആ വെളുത്ത പ്ലേറ്റിലെ ചോറാണ് അത് കാണുന്നത്. ആ വെളുത്ത പ്ലേറ്റിൽ ചോറാണ് ആ കാണുന്നത്. ഇനി ഇപ്പോൾ അരിയാണ് തിന്നുകൊണ്ടിരിക്കണേ. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ചോറ് വന്ന് തിന്നും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. മൊബൈൽ പി കെ കുഞ്ഞാപ്പു 734 gcom, ഇമെയിൽ gcom. gmail.com. ആരും മറക്കരുത്.
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എന്നെങ്കിലും ഇനിയും ഇതേമാതിരിക്കുള്ള വീഡിയോകളൊക്കെ വിടാൻ കഴിയുള്ളൂ. ഇത് നമ്മളെ വീടിൻ്റെ മുൻവശത്തു നിന്നാണ്, മുറ്റത്തു നിന്നാണ് എടുക്കുന്നത്. ഇതിൻ്റെ വീടിൻ്റെ മുൻവശത്തു നിന്നാണ് എടുക്കുന്നത്. മയിൽ, കുയിൽ, ചെമ്പൂത്ത്, കാക്ക, പൂച്ച, അങ്ങനെ പല പക്ഷികളും വരലുണ്ട്. അതിനൊക്കെ ഭക്ഷണം കൊടുക്കുകയും ചെയ്യും. ചിലർക്ക് അരി, ചിലർക്ക് ചോറ്, ചിലർക്ക് ഗോതമ്പ്, ചിലർക്ക് ബേക്കറികൾ, ബറുക്കി, നുറുക്ക്, ബിസ്ക്കറ്റ്, പപ്പ് കേക്ക്, ഇതൊക്കെ പൊടിച്ചിട്ട് കൊടുക്കും. പലർക്കും പല തീറ്റകളാണ്. എറുമ്പിന് പഞ്ചസാര, കാപ്പി, ചായയൊക്കെ ഉണ്ടാക്കി ചൂടാറ്റിയിട്ട് തണുപ്പിച്ചിട്ട് വല്ല പാത്രത്തിൽ കൊടുക്കും. അതൊക്കെ എറുമ്പ്, ചോണം, അങ്ങനത്തെ ജീവികളൊക്കെ നല്ലോണം കുടിച്ച് പോകും. കട്ടൻ ചായ ഉണ്ടാക്കും, ബ്രൂ കാപ്പി ഉണ്ടാക്കും. എന്നിട്ട് അത് തണുപ്പിച്ചിട്ട് വല്ല കുപ്പികളുടെ മൂടിയിൽ പാർന്ന് കൊടുക്കും. കുപ്പീൻ്റെ മൂടികളിലൊക്കെ പാർന്ന് നിലത്ത് വെച്ച് കൊടുക്കും, മേശമ്മൽ വെച്ച് കൊടുക്കും, പേരൻ്റെ തറമ്മൽ വെച്ച് കൊടുക്കും. അതൊക്കെ വന്ന് അവർ കുടിച്ച് പോകും. എറുമ്പ്, ചോണം, ഇതൊക്കെ അങ്ങനത്തെ ജന്തുക്കൾ. പിന്നെ ചെമ്പൂത്ത്, കാക്ക, മയിൽ, കുയിൽ, ഇതേമാതിരി തന്നെ എല്ലാ പക്ഷികളും വരും അവിടെ. അപ്പോൾ അവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ചിലർക്ക് തെങ്ങിൻ തടത്തിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കും, ചിലർക്ക് മുറ്റത്ത് വെച്ച് കൊടുക്കും, അകത്ത് വെച്ച് കൊടുക്കും. അതേമാതിരിയൊക്കെ പൂച്ചകളുണ്ട് ഒരുപാട്. എവിടുന്നെങ്കിലൊക്കെ വരുന്നതാണ് ഈ പൂച്ചകളൊക്കെ. ഇതിൻ്റെ ഇപ്പോൾ സ്ഥിരമായിട്ട് ഒന്ന് കിടക്കയിലുണ്ട്, ഒന്ന് കിടക്കണതിൻ്റെ ഒപ്പം. അതിൻ്റെ ഒപ്പം സ്ഥിരമായിട്ട് കിടക്കണ പൂച്ച. അത് കാലൊക്കെ വൃത്തിയായിട്ട് തുടച്ചിട്ടാണ് പൂച്ച കിടക്കയിലേക്ക് കയറിയതിൻ്റെ ശേഷം തോർത്ത മുണ്ടിൽ ക്ലിയറായിട്ട് കാല് തുടച്ചിട്ടാണ് കിടക്കയിലേക്ക് കിടക്കുക പൂച്ച. ഇങ്ങനെയൊന്നും മയിൽ നമ്മളെ ഈ നാട്ടിലൊന്നും ഇങ്ങനെ മയിൽ ഒരാളെ മുറ്റത്ത് ഇത്ര അടുത്തിരുന്നിട്ട്, ഞാൻ അത് അടുത്തിരുന്നിട്ടാണ് എനിക്ക് പിടിക്കാനുള്ള കയ്യെത്തുന്ന ദൂരത്താണ് ഇതിപ്പോൾ സംഭവം. ഭയങ്കര ഇണക്കുള്ള മയിലാണ്. ഇങ്ങനെ ഒരാളെ മുറ്റത്തുമ്പോൾ ഇത് ഞാൻ കാരക്കുന്ന് ആമയൂരാണ്. ആമയൂർ പഴയ പള്ളീൻ്റെ അടുത്താണ് എൻ്റെ താമസം. PK കുഞ്ഞാപ്പൂ. ഇത്തരം പല ജീവികൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നതാണ്. അങ്ങനെ കൊടുത്തു അത്ര വലിയ ഇപ്പോൾ ദിവസങ്ങളായി മാറി ഇവരൊക്കെ. നമ്മളെ വീടിൻ്റെ മതിലാണ് ഈ കാണുന്നത്. മറ്റേത് മകൻ്റെ വീടും.
ഇതിപ്പോൾ നമ്മൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ വേസ്റ്റുകളൊക്കെ ഉണ്ട് മുറ്റത്ത്. വീട് പണി തീർന്നിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുണ്ടായിരുന്ന വീടാണ് അത് പൊളിച്ച് പിന്നെ കോല മാറ്റി വേറെ ഒരു ലെവലിലേക്ക് എടുക്കുകയാണ് ഇപ്പോൾ വീട്. അതിൻ്റെ മുറ്റത്ത് അടുക്കളയുടെ ഭാഗം മുറ്റത്തു നിന്നാണ് ഇപ്പോൾ ഈ സംഭവം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള രസമുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഇടും എവിടെയെങ്കിലുമൊക്കെ പിടുത്തം കിട്ടുമ്പോൾ. എൻ്റെ ഫോൺ നമ്പർ 89 43 27 70 77 1. രണ്ടാമത്തേത് 97 45 70 73 74 PK കുഞ്ഞാപ്പു. ഇതാണ് എൻ്റെ അഡ്രസ്സ്. 734 gmail.com. ഇത് വെള്ളപാത്രമാണ്. മയിലിന് വെള്ളം കുടിക്കാനുള്ള വെള്ളപാത്രമാണ് ഇത്. ഈ ജന്തുക്കൾക്കൊക്കെ പൊത്തുന്നത് അരിയാണ്. അത് കുറേ തിന്നിട്ടാണ് ഇപ്പുറത്തേക്ക് വന്നത്. ചോറ് അത് രണ്ടും കൊടുക്കും, അരിയും ചോറൊക്കെ കൊടുക്കും. അതേമാതിരി പല പലഹാരങ്ങളൊക്കെ ഉണ്ടാവും, ഒക്കെ പൊടിച്ചിട്ട് കൊടുക്കും.